നമ്മുടെ തലച്ചോറിന്റെ രണ്ടു ഭാഗത്ത് വലതുവശത്തും ഇടതുവശത്തുമായി അള്ളാഹുവിന്റെ രണ്ടു പ്രധാനപ്പെട്ട ഇസ്മുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. തലച്ചോറിന്റെ വലതുവശത്ത് അള്ളാഹുവിന്റെ അലീം എന്ന ഇസ്മിന്റെ പ്രവർത്തനവും തലച്ചോറിന്റെ ഇടതുവശത്ത് അള്ളാഹുവിന്റെ ഹബീർ എന്ന ഇസ്മിന്റെ പ്രവർത്തനവുമാണ് നടക്കുന്നത്. ഒന്ന് അറിവാണ്, മറ്റൊന്ന് തിരിച്ചറിവാണ്. അലീം എന്നത് അറിവും ഹബീർ എന്നത് തിരിച്ചറിവുമാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ ഇടതുവശത്തിന് എന്തെങ്കിലും കേട് സംഭവിച്ചു, ക്ഷതം സംഭവിച്ചാൽ ഒരുപക്ഷെ അവൻ അറിവുണ്ടായിരിക്കും, പക്ഷെ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതാണ്. തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. ഷോർട്ട് ടൈം ഗോള്, ലോങ് ടൈം ഗോൾ. ശരിക്ക് ഷോർട്ട് ടൈം ഗോൾ പ്ലാൻ ചെയ്യേണ്ടതാണ്, അതിലേറെ പ്ലാൻ ചെയ്യേണ്ടതാണ് ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത്. ലോങ് ടൈം ഗോൾ നമ്മളെ സംബന്ധിച്ച് കിബിലയിലേക്ക് ചെരിഞ്ഞിങ്ങനെ കടന്ന് വുളുവോടുകൂടി സാലിഹ്യങ്ങളായ ആളുകളെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മൗത്താവലാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ ആഖിബത്ത് എന്ന് പറയുന്ന മരണരംഗം. മരണരംഗം ശരിയാവാൻ, മരണരംഗം നന്നാവാൻ ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ പരിശീലനം ഉറക്കത്തിന്റെ പരിശീലനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണോ അത് ചെയ്തുകൊണ്ടാണ് മരിക്കുക. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം നേടുന്നത് ഉറങ്ങാനുള്ള പരിശീലനമാണ്. അതുകൊണ്ട് ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ്. ഇസ്ലാമിക നിയമങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഉറങ്ങാനുള്ള നിബന്ധനകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വലതുഭാഗം ചെരിഞ്ഞു കിടക്കണം, ഒതുവോട് കൂടെയായിരിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ധരിക്കാൻ വേണ്ടി ഒരു പുതിയ ജോഡി ഡ്രസ് ഉണ്ടായിരുന്നു എന്ന് താരീഖിൽ കാണാൻ പറ്റും. അപ്പൊ നല്ല വസ്ത്രം ധരിച്ച് ഖിബിലയിലേക്ക് ചെരിഞ്ഞു കിടന്ന് വലതുഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇടതുഭാഗത്തേക്കോ ചെരിഞ്ഞു കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ഉറങ്ങുന്ന ഒരു രീതി, ഒതുവോടുകൂടെ ഉറങ്ങുന്ന ഒരു രീതി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരാൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് മരിക്കുമ്പോൾ ചിന്തിക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണോ പറയുന്നത് അതാണ് മരിക്കുമ്പോൾ പറയാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. മതിലെടുത്തു ചാടിയ ശത്രുക്കൾ മഹാനവറുകളെ വെട്ടുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മഹാനവറുകളെ വെട്ടുകയാണ്. ആ സമയത്ത് മദീന പള്ളിയുടെ മീനാരത്തിന്റെ ഭാഗത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഉസ്മാനെ വെള്ളം വേണോ എന്നൊരു ശബ്ദം കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ മീനാരത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി അതുകൊണ്ട് നോമ്പ് തുറന്ന് വഫാത്തായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നമ്മുടെ ജീവിതത്തിലെ ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മൗത്താവലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.